നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ടെക്സ്റ്റ് പോർട്രേറ്റ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വെറും 3-4 സ്റ്റെപ്പ് കൊണ്ട് തന്നെ ഈ ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇമേജ് എടുത്തതിന് ശേഷം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലേക്ക് മാറ്റാം. അത് നിങ്ങളുടെ കയ്യിൽ കളർ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീസാച്ചുറേറ്റ് എന്നിട്ടൊരു ഓപ്ഷൻ കാണാം. ഷിഫ്റ്റ് കൺട്രോൾ യു ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഓക്കെ, ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. അതിനുശേഷം വേണമെങ്കിൽ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി കാണാൻ പറ്റും. ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഇമേജിന് പുറമെ ഒരു ഫയൽ കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഇമേജിന് പുറത്ത് വരുന്ന ടെക്സ്റ്റ് എന്താണോ അത് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് എന്താണോ അത് ഒന്നുകിൽ ആ സമയത്ത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. ഇനി ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഇമേജിനെ ഒന്ന് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യുന്നതിന് മുന്നേ ഒരു എഫക്റ്റ് കൊടുത്തിട്ട് വേണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഫിൽറ്ററിൽ പോവാണ്. ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ എടുക്കുക. ബ്ലറിൽ ഗോഷൻ ബ്ലർ. ഓക്കെ, ഇനി ഇതിനെ ഒരു ഫോട്ടോഷോപ്പ് PSD ഫയലായിട്ട് സേവ് ചെയ്യാൻ പോവാണ്. ഡെസ്ക്ടോപ്പിൽ ഒരു ഡിസ്പ്ലേസ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ അടിച്ചു, സേവ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് നമുക്ക് ബാക്കിലേക്ക് വരികയാണ്. സ്റ്റെപ്പ് ബാക്ക്വേർഡ്. ഓക്കെ, ഇപ്പോൾ പഴയ പൊസിഷനിൽ നമുക്ക് ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ടെക്സ്റ്റിനെ നമ്മൾ ഇമേജിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇതിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുക. കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ്. ഇനി ഫിൽറ്ററിൽ പോയിട്ട് ഡിസ്റ്റോർട്ടിന് ഡിസ്പ്ലേസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ വാല്യൂ കൊടുക്കാനുള്ളതൊക്കെ കാണാം. വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്ട്രെച്ച് ടു ഫിറ്റും റിപ്പീറ്റ് അഡ്ജസ്റ്റ് പിക്സൽസും കൊടുക്കുക. ഓക്കെ അടിച്ചു. നമ്മൾ നേരത്തെ സേവ് ചെയ്തില്ലേ ഡിസ്പ്ലേസ്, ഒരു ഫയൽ PSD ഫയൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇമേജിനനുസരിച്ചിട്ട് ആ ടെക്സ്റ്റ് ഇപ്പോൾ മാറിയതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ടെക്സ്റ്റിന്റെ കളർ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആയിട്ടാണ്. നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് കളറാണ് വേണ്ടത്. അത് വൈറ്റ് കളറാണ് നമുക്ക് ടെക്സ്റ്റ് വേണ്ടതൊക്കെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ ഇമേജിന്റെ ഈ ലെയറിൽ ഏറ്റവും ടോപ്പിലേക്ക് ഇട്ടു. ഇനി ഇതിന്റെ താഴത്തെ ലെയറിനോട് കൂടിയിട്ട് ക്ലിപ്പ് മാസ്ക് ചെയ്യണം. അതിനായിട്ട് ആൾട്ട് കീബോർഡിൽ ആൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇതിന്റെ രണ്ടിന്റെ മിഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അവിടെ വെച്ച് ക്ലിക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് പുതുതായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. അതിനെ ഏറ്റവും താഴേക്ക് ഡ്രാഗ് ചെയ്തിടുക. ഇത് നമ്മൾ കളർ ഫില്ല് ചെയ്യണം. അപ്പോൾ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ ഫില്ല് എടുക്കുക. ഷിഫ്റ്റ് F5 ആണ് ഷോർട്ട് കട്ട്. ഫില്ല് എടുത്തിട്ട് ഫോർഗ്രൗണ്ട് കളർ, അതായത് ബ്ലാക്ക് ആണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അടിച്ചു കണ്ടോ. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ എഫക്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.